ദൈവ തിരുനാമത്തിന് നന്ദിയോടെ മഹത്വം. കർത്താവിൽ പ്രിയരെ, നമ്മളെ കരുതുന്ന, നമ്മളെ മാനിക്കുന്ന ദൈവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി ഒരു ദൈവവചനം ഞാൻ വായിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നെന്ന് ഏലിക്ക് തോന്നിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും ജീവിതത്തിൽ പലതരത്തിലുള്ള കളിയാക്കലുകളും ഒറ്റപ്പെടലുകളും പരിഹാസങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നവരാണ്. തന്നിൽ ആശ്രയിക്കുന്ന, തന്നിൽ ചാരുന്നവരെ ദൈവം എത്രമാത്രം കരുതുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം വിശുദ്ധ ദൈവവചനത്തിൽ കൂടി നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന പല വിഷമതകളും സങ്കടങ്ങളും, നമ്മൾ അനുഭവിക്കുന്ന നിന്ദകളുമെല്ലാം ഒരു മനുഷ്യൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നതിനൊരു പരിധി കാണും, നമ്മൾ ആശ്വസിക്കുന്നതിനൊരു പരിധി കാണും. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനായ ഒരു മനുഷ്യനെ ദൈവം എന്തുമാത്രം കരുതുന്നു എന്നുള്ളതിൻ്റെ ഒരു സംഭവമാണ് വിശുദ്ധ തിരുവചനത്തിൽ കൂടി ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കേവർക്കും അറിയാവുന്നതാണ് 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം. അതിൻ്റെ ആ 1-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ എന്താണ് അതിലെ സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് പെനീന എന്നും ഒരാൾ ഹന്ന എന്നുമായിരുന്നു പേര്. ഇവർ കുടുംബമായി ദേവാലയത്തിൽ പോവുകയും ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരുന്നു. ഈ പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, എന്നാൽ ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാത്തതിൻ്റെ പേരിൽ പെനീന ഹന്നെ കളിയാക്കലുകളും അവളെ പരിഹസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇത് ഹന്നയുടെ മനസ്സിൽ വളരെയധികം വിഷമോ സങ്കടമായിട്ടൊക്കെ നിന്നു. അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് പറഞ്ഞു: നീ എന്തിനാ സങ്കടപ്പെടുന്നേ? ഞാനില്ലേ നിൻ്റെ കൂടെ? നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടും ആ വാക്കുകൾക്കൊന്നും അവളെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവൾക്കൊരു കുഞ്ഞിനെ വേണം. ഒരു കുഞ്ഞുണ്ടെങ്കിലേ അവളുടെ സങ്കടം പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ. അവളൊരു വളരെ സങ്കടത്തോടെ, ഭാരത്തോടെ, വിഷമത്തോടെ അവൾ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ദേവാലയത്തിലേക്ക് കടന്നു ചെന്നതിന് ശേഷം അവൾ സങ്കടത്തോടെ, വിഷമത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് പറയുകയാണ്: സൈന്യങ്ങളുടെ യഹോവേ, അടിയന് സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വളരെ സങ്കടത്തോടെ ദൈവസന്നിധിയിൽ മനമുരുകി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൾ പ്രാർത്ഥിക്കുന്ന ഒച്ചയോടെയല്ല പ്രാർത്ഥിക്കുന്നത്, അവൾ ഹൃദയത്തിൽ നിന്നാണ് അവളുടെ പ്രാർത്ഥന വരുന്നത്. പുറത്തു നിന്നൊരാൾക്ക് നോക്കിയാൽ അവൾ എന്നാ പറയുന്നതെന്നോ എന്താ അവിടെ സംഭവിക്കുന്നതെന്നൊക്കെ അവളുടെ ചുണ്ട് അനങ്ങുന്നത് മാത്രമേ പുറത്തു നിന്നൊരാൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം അവിടെ ഉള്ളൊരു പുരോഹിതനായിരുന്നു ഏലി പുരോഹിതൻ. ഏലി പുരോഹിതൻ നോക്കിയപ്പോൾ അവൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവൾ ലഹരി മൂലം അവൾ എന്തൊക്കെയോ പറയുക, എന്തൊക്കെയോ അവൾ സംസാരിക്കുക എന്നാണ് ഏലി പുരോഹിതന് തോന്നിയത്. അതാണ് നമ്മൾ തിരുവചനത്തിൽ വായിച്ചത്: ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. അവളുടെ അധരം മാത്രമേ അനങ്ങുന്നുള്ളൂ, ശബ്ദം വെളിയിലോട്ട് കേൾപ്പാനേ ഇല്ല. അപ്പോൾ ഏലി പുരോഹിതൻ ഓർത്തു, ഇവൾ ലഹരി പിടിച്ചിട്ട് ഇവൾ എന്തൊക്കെയോ പറയുകയാന്ന് തോന്നുന്നു. ഏലി പുരോഹിതൻ അവളോട് ചോദിക്കും: നീ എത്രത്തോളം ഈ ലഹരി പിടിച്ചിരിക്കുന്നത്? നിൻ്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിനത്തിന് ഹന്ന പറഞ്ഞു: അയ്യോ യജമാനനെ, ഞാൻ ലഹരി പിടിച്ചതല്ല. എനിക്ക് മനസ്സിൽ എൻ്റെ സങ്കടം കൊണ്ട്, എൻ്റെ മനോവ്യസനം ഉള്ളൊരു സ്ത്രീയാണ് ഞാൻ എൻ്റെ ഹൃദയത്തിന് സങ്കടം ദൈവസന്നിധിയിൽ പകരുകയാണ് ചെയ്തതല്ലാതെ ഞാൻ ലഹരി പിടിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേന് ഏലി പുരോഹിതൻ പറഞ്ഞു: ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച ആ പ്രാർത്ഥന അവിടുന്ന് നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവസന്നിധിയിൽ ഹന്ന കരഞ്ഞ് സങ്കടത്തോടെ, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ, സങ്കടത്തോടെ ദൈവസന്നിധിയിൽ പകർന്ന പ്രാർത്ഥന ദൈവം കേൾക്കുകയും ദൈവം ഒരു പുരുഷ സന്താനത്തെ ഹന്നയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം. നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും നീതിയോടും കൂടെ നിന്നാൽ, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം കരുതുന്നത് ഒരു കണ്ണാലും കാണാൻ കഴിയുന്നതല്ല, ഒരു ചെവിയാലും കേൾക്കാൻ കഴിയാത്തത്ര അത്ഭുത പ്രവൃത്തികൾ തന്നിൽ ചാരുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തളർന്നു പോകാതെ, മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും നീതിയോടും കൂടെ നിൽക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ ചെറിയ വചനം ഇവിടെ നിർത്തുകയാണ്.